ഹലോ ഗൈസ്, ഇതാണ് മറവക്കണ്ടി വ്യൂ. അതായത് ഇവിടെ ഒരു പുഴയാണ്. ആ പുഴയുടെ അറ്റത്തുള്ള ഒരു ഡബിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണിത്. ഇവിടെ 2 നിലയാണ്. ഇതിൽ താമസിക്കാൻ 2 താഴെ ഉണ്ട്. വ്യൂ 1, വ്യൂ 2 അങ്ങനെ. പതുക്കണ ക്യാമറ ഇതാണ് അക്കോമഡേഷൻ. ഇവിടേക്ക് കയറി വരുന്നു. ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് അവിടെ. അതായത് കാടിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം മുഴുവനും. അപ്പോൾ ഇത്രയും സ്ഥലം കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ കയറാം. ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ആണ്, മൃഗങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട്. രാത്രിയാകുമ്പോൾ ഇവിടുന്ന് സെർച്ച് ലൈറ്റ് ഇടും. അത് കഴിഞ്ഞാൽ അവിടേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ മാനുകൾ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റും. അങ്ങനെ കാടിൻ്റെ നടുവിൽ ഒരു വ്യൂ പോയിൻ്റ് പുഴയുടെ അടുത്ത് നിർത്തിയിരിക്കും. ഇതാണ് അക്കോമഡേഷൻ. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം 4 പേർക്ക് ഒരു ഫാമിലി, 4 പേർ അടങ്ങുന്ന ഒരു ഫാമിലിക്ക് താമസിക്കാൻ കൂടുതൽ കട്ടില് ഇത്. പിന്നെ എക്സ്ട്രാ ഒരു ബെഡ് ഉണ്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വ്യൂ പോയിന്റ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഫാൻസി എൻ്റെ ഭാര്യ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് മെയിൻ വ്യൂ. ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ മെയിൻ വ്യൂ. ഇതാണ് ഈ പുഴ. ഈ പുഴേനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ പക്ഷികളും മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണിത്. അവിടെ നല്ല വ്യൂ ഉണ്ടാവും. അതുപോലെ ഇവിടെ വേറെ മറ്റേ വ്യൂ പോയിന്റുകളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് രാത്രി താമസിക്കുമ്പോൾ നമുക്ക് ആ ചില്ലിക്കോട കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ വന്ന വഴിയാണത്. ഇങ്ങനെ ചുറ്റും അറേഞ്ച്മെൻറ്റുള്ളൊരു സ്ഥലം ഇങ്ങോട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ വരാ, താമസിക്കുക. ഇത് സ്ഥലം മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവരുടെ സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. തമിഴ്നാടിൻ്റെയാണ് ഇത് സ്ഥലം. നമ്മൾ തൊട്ടപ്പുറത്താണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇത് മുതുമലൈ ടൈഗർ റിസർവ്. അവിടെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് വന്ന് ഇത് മസനഗുഡി, പ്രോപ്പർ പറയുകയാണെങ്കിൽ മസനഗുഡി. ഓക്കെ, താങ്ക് യു.